മുത്തുമണീസ് ഇന്ന് എനിക്ക് പൊന്നൂസിനെ മോണ്ടനെയും കൂടാതെ ഒരാളെയും കൂടി വളർത്താനുണ്ട്. എൻ്റെ കൂട്ടുകാരി ഐഷയുടെ മോളാണ്. ഇന്ന് അവൾ അമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ രാവിലെ 7 മണിയായപ്പോൾ എന്നെ കൊണ്ട് ഏൽപ്പിച്ചതാണ് ഇതേ വളർത്താൻ. പൊന്നൂസിന് ഇതുപോലെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ എപ്പോഴും വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വഞ്ചിപ്പട്ടിയിൽ നിന്ന് പൈസ എടുക്കുന്നു, ലൈസ് മേടിക്കുന്നു, നാരങ്ങ മുട്ടായി വാങ്ങുന്നു, പുളി മുട്ടായി വാങ്ങുന്നു, സൈക്കിളിൽ ചവിട്ടുന്നു. എൻ്റെ പൊന്നെ, ഉച്ചയായപ്പോൾ 3 ഒരു വിധത്തിലാണ് ഞാൻ കുളിക്കാൻ പറഞ്ഞു വിട്ടത്. മൂന്നുകുട്ടന് പിന്നെ ഇവരുടെ കൂടെ കളിക്കും, പക്ഷെ ഭയങ്കര പരാതി പറച്ചിലാണ്. അവന് വേറൊരു ബോയ് വേണം, കൂട്ടുകാരൻ വേണം കളിക്കാൻ. ഉച്ചയ്ക്ക് ഇതേ ചോറ്, മോരുകറി, പപ്പടം, മീൻ വറുത്തത്. എനിക്കും അണ്ണനും മീൻകറിയും അവിയലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുട്ടീസിന്. പക്ഷെ അതൊന്നും വേണ്ടല്ലോ. ഞാനും മോറുക്കുട്ടനും അണ്ണനും ചോറ് കഴിച്ച് പകുതി ആയപ്പോഴാണ് ഇതേ സുന്ദരി മണികൾ കുളിച്ചൊരുങ്ങി ചോറ് കഴിക്കാൻ വരുന്നത്. ചോറ് കഴിച്ചാൽ ഒരിത്തിരി മധുരം കഴിക്കണം. അപ്പോൾ ദേ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. അപ്പുറത്തേക്ക് റൂമിൽ ദേ പൊന്നൂസ് ദേ അവളെ ഒരുക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ടൗണിലേക്ക് പോയി. ഓണച്ചന്തയാണ് കേട്ടോ. എൻ്റെ ഒന്നേ ചന്തയിൽ കൂടെ പോകാൻ പറ്റില്ല, അത്രയും തിക്കും തരാം. എനിക്കൊരു കുട്ടി വാവയ്ക്ക് ഒരു ചെറിയ മോതിരം വാങ്ങണമായിരുന്നു കേട്ടോ. കുഞ്ഞു മോതിരത്തിന് പിന്നെ ഫാഷൻ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ജ്വല്ലറിയിൽ നിന്ന് ഒരു കുട്ടി മോതിരവും വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നമ്മുടെ കുട്ടിമണികൾക്ക് ഒരു ഏത്തക്കപ്പം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും അണ്ണനും നല്ല ഏലക്ക ഇട്ട ഒരു ചായയും കുടിച്ചു. വീടെത്തുന്നതിന് മുമ്പായിട്ട് ഇതേ കുട്ടിമണികൾ ചായ കുടിച്ചില്ലല്ലോ അണ്ണൻ. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ ഐസ്ക്രീം സിപ്പും ടെൻഡർ കോക്കനറ്റിൻ്റെ ഒരു ഫാമിലി ഐസ്ക്രീം പാക്കും വാങ്ങിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്.